ഭൂമിയിൽ പിറന്ന എല്ലാ മനുഷ്യരെയും രക്ഷിക്കാനായി വന്ന ക്രിസ്തു, അവൻ സകല മനുഷ്യരുടെയും രക്ഷകനായ ദൈവം ഭൂമിയിൽ പിറന്നത് എല്ലാ മനുഷ്യരുടെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ? ഇത് എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളുന്ന, നാനാജാതി മതസ്ഥർ ഉൾക്കൊള്ളുന്ന നാട്ടിൽ നിന്ന്, ഈ തെരുവിൽ നിന്ന് സുവിശേഷം പറയുന്നത് സ്വർഗത്തിന്റെ പ്രീതികരമാണ്. ഞങ്ങൾ എത്രയോ ദുർബലരായി ജനം കണ്ടാലും ഈ തെരുവിൽ സുവിശേഷം പറയുന്നവരെ എത്രമാത്രം ആളുകൾ പുച്ഛിച്ചാലും സ്വർഗത്തിലെ ദൈവം മാനിക്കുന്ന ഒരു ദൗത്യമാണ് ഈ തെരുവിലെ വചന പ്രഘോഷണം. എന്തെന്നാൽ ദൈവം സ്നേഹിക്കാത്തവരായി ഭൂമിയിൽ ഒരു മനുഷ്യനില്ല. എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിന് വിലപ്പെട്ടതാണ്. ക്രിസ്ത്യാനിയെ മാത്രം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന ദൈവമല്ല കർത്താവ്. ആ കർത്താവിനെ ഈ ഉച്ചൈശ്വരം ഈ പരസ്യവേദിയിൽ പ്രഘോഷിക്കുക എന്നുള്ളത് സ്വർഗത്തിലെ ദൈവദൂതന്മാരുടെ അകമ്പടി അതിനുണ്ട്. അതാണ് ഈ തെരുവിലെ വചന പ്രഘോഷത്തിലൂടെ ഈ മഹാമാരിക്കെതിരായിട്ടുള്ള 1000 കേന്ദ്രങ്ങളിലെ സുവിശേഷ പ്രഘോഷണത്തെ ദൈവം പ്രസാദിച്ചുകൊണ്ട് മഹാമാരിയെ നിശബ്ദമാക്കിയത്. അതോടൊപ്പം ഈ യുദ്ധത്തിനെതിരായിട്ടും മണിപ്പൂർ കലാപത്തിനെതിരായിട്ടും നടത്തിയ സ്നേഹ സന്ദേശ യാത്രയ്ക്ക് ദൈവം ലോകത്തിന്റെ ഉന്നത അധികാരിയെ തന്നെ യുദ്ധത്തിന് സമാപ്തി കുറിപ്പിക്കാനായിട്ട്, നേതൃത്വം കൊടുക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നതിന് പിന്നിലെ രഹസ്യം ഈ നിസ്സാരരുടെ പ്രവർത്തനം ദൈവം മാനിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ഉന്നതനായ ദൈവത്തിന്റെ നാമത്തിലാണ് ഈ വചന പ്രഘോഷണം തെരുവിൽ നടക്കുക. ഒരുപക്ഷേ